വളരെ വളരെ നല്ല കളർഫുള്ളായ ഒരു ഫ്രൂട്ടാണിത്. പിങ്ക് കളറാണ്. പിങ്ക് കളറാണ്. രണ്ട് മാങ്ങ ഇപ്പൊ തന്നെ ഇവിടെ നിൽപ്പുണ്ട്. അപ്പോൾ തന്നെ ഇത് നിറച്ചിപ്പം പൂത്ത് നിൽക്കുകയാണ്. ചെറിയ മരമാണെങ്കിൽ പോലും ഇത്രയും വലിയ പേരയ്ക്ക് ഇതിൽ കായ്ച്ചിട്ടുണ്ട്. ഇതിൽ നിന്ന് ലഭിക്കുന്നത് ഞാൻ പലപ്പോഴും നമ്മുടെ ആവശ്യങ്ങൾക്ക് പോയിട്ട് ഞങ്ങൾ ഇവിടെ അടുത്തുള്ളവർക്ക് കൊടുക്കുന്നുണ്ട്. നമുക്ക് വീട്ടിലൊരു അലങ്കാരമായിട്ടൊക്കെ നട്ടിരിക്കാൻ കൊള്ളാം. നീ എപ്പോഴും ഇതിൽ ഫ്രൂട്ട് കാണുമെന്നുള്ള ഇതിന്റെ പ്രത്യേകതയാണ്. റസിയാസ് ഗ്രീൻ ലീവ്സിന്റെ വ്യത്യസ്തമായ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനുള്ളത് തിരുവനന്തപുരം ജില്ലയിലെ പോത്തങ്കോട് എന്ന് പറയുന്ന സ്ഥലത്താണ്. ശ്രീ ജയരാജ് എന്ന ചെറുപ്പക്കാരന്റെ ടെറസിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ നിരവധിയായിട്ടുള്ള വിദേശ പഴച്ചെടികളും അതുപോലെ തന്നെ സ്വദേശിയായിട്ടുള്ള പഴച്ചെടികളും ഒരുപാട് ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ പച്ചക്കറികളും നിരവധിയായിട്ടുള്ള പച്ചക്കറികളും ഉണ്ട്. നമുക്ക് ഈ കാർഷിക കാഴ്ചകളൊന്ന് കാണാം. എൻ്റെ പേര് ജയരാജ് എന്നാണ്. ഞാനിവിടെ പോത്തങ്കോട് ഒരു മൾട്ടി കാർ കെയർ വർക്ക്ഷോപ്പ് നടത്തുന്ന ആളാണ്. അപ്പോൾ തന്നെ ഞങ്ങളുടെ ചെറുപ്പം മുതൽ തന്നെ ഞങ്ങൾക്ക് കൃഷിയോട് നല്ല താല്പര്യം ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ ഞങ്ങളൊരു ബിൽഡിംഗ് ചെയ്തപ്പോഴത്തേക്ക് വളരെ ആഗ്രഹം തോന്നി. ഇതിൻ്റെ മുകളിൽ കുറേ പഴച്ചെടികൾ നടണമെന്ന് ആഗ്രഹം തോന്നി. പഴച്ചെടികൾ ഞാൻ പ്രതീക്ഷിച്ചേക്കാൾ നല്ല രീതിയിൽ എനിക്ക് വിജയകരമായിട്ട് എനിക്കിത് ചെയ്തെടുക്കാൻ വരും. മാവ്, പ്ലാവ്, അതേപോലെ പ്ലാവൊക്കെ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ആദ്യമായിട്ട് കായ്ക്കുകയുണ്ടായി. നല്ല ടേസ്റ്റിയായ ചക്ക ഇവിടെ നിന്ന് എനിക്ക് ലഭിച്ചു. അപ്പോൾ തന്നെ മാവ്, ഏറ്റവും വെറൈറ്റിയായ മാവുകളൊക്കെ വളരെ ഇവിടെ നിന്ന് എനിക്ക് മാമ്പഴങ്ങൾ എനിക്കിവിടെ നിന്ന് ലഭിച്ചു. ഞാനിവിടെ രാവിലെ ഏകദേശം 7 മണിയാകുമ്പോൾ, അതായത് ഇതിപ്പോൾ ഒരു കറക്റ്റ് ടൈം ടേബിൾ ആയിട്ടാണ് പോകുന്നത്. കാരണം എല്ലാ ദിവസവും രാവിലെ കുഞ്ഞുങ്ങളെ ട്യൂഷന് വിട്ടിട്ട് നേരെ ഇവിടെയാണ് ഞാൻ വരുന്നത്. വന്നു കഴിഞ്ഞാൽ രാവിലെ ഒരു 7 മണിക്കാണ് ഇവിടെ ഞാൻ വെള്ളം ഒഴിക്കാനും ഇതിനകത്തെല്ലാം ചെയ്യുന്നത്. 7 മണിക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ ഏകദേശം 1 മണിക്കൂറോളം ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരിക്കും. അപ്പോൾ എൻ്റെ എനിക്ക് ഒരു ഭയങ്കര സന്തോഷമാണ്. ഞാൻ ഇതിൻ്റെ മുകളിൽ കയറുമ്പോൾ തന്നെ എൻ്റെ ജീവിതത്തിൽ എത്രയൊക്കെ തിരക്കും എത്രയൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിലും നമ്മൾ ഇതിൻ്റെ മുകളിൽ കയറി ഈ ചെടിയിലും ഈ പഴച്ചെടികളെല്ലാം കാണുമ്പോഴത്തേക്കും അതിന് നമ്മൾ വെള്ളം ഒഴിക്കുമ്പോഴും പരിപാലിക്കുമ്പോഴെല്ലാം നമ്മുടെ മനസ്സിന് ഒരു വല്ലാത്തൊരു സന്തോഷം ഫീൽ ചെയ്യാറുണ്ട്. അപ്പോൾ അതിൽ നിന്നുള്ള ഫലങ്ങൾ നമ്മൾ പറിച്ചെടുക്കുമ്പോഴത്തേക്കെല്ലാം നമ്മൾ വില കൊടുത്ത് വാങ്ങിക്കുന്നതിനേക്കാൾ ഉപരി നമ്മുടെ കോമ്പൗണ്ടിൽ അല്ലെങ്കിൽ നമ്മുടെ ടെറസിന്റെ മുകളിൽ നിന്ന് ഒരു ഫലം പറിച്ച് കഴിക്കുവാനും അത് മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷവും അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തത് തന്നെയാണ്. പ്രധാനമായിട്ടും ഇവിടെ ഇപ്പൊ എന്തൊക്കെയാണ് നട്ടിട്ടുള്ളത്? ഇവിടെ ഏറ്റവും കൂടുതൽ വിദേശ പഴവർഗ്ഗങ്ങളാണ് ഇവിടെ ഏറ്റവും കൂടുതലുള്ളത്. പിന്നെ ഞാൻ പല സ്ഥലങ്ങളിലും പോകുമ്പോൾ അവിടെ ചെന്ന് ഏറ്റവും വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങളാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ആഗ്രഹമുള്ളത്. അതായത് വിദേശത്തുള്ള പഴവർഗ്ഗങ്ങൾ ഇവിടെ എത്രത്തോളം നമുക്ക് നല്ല രീതിയിൽ അതിന് ചെയ്തെടുക്കാൻ പറ്റും, അതിൻ്റെ ഫലം നമുക്ക് കിട്ടുമോ, അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഏറ്റവും കൂടുതൽ അത് ചെയ്തത്. പിന്നെ അപ്പം തന്നെ പച്ചക്കറികൾ ഏറ്റവും കൂടുതൽ ഞാൻ ഇവിടെ ചെയ്തിട്ടുണ്ട്. ചീര നേരത്തെ ഒത്തിരി നട്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ കത്തിരി, വഴുതലം, പയർ, വള്ളിപ്പയർ, അതൊക്കെ ഞാൻ ഒത്തിരി നട്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ വളരെയധികം ഇവിടെ എല്ലാം ഞാൻ ഇവിടെ തന്നെ അത് ചെയ്തെടുക്കണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ തന്നെ ഞാൻ നല്ല അത് ചെയ്യാൻ വേണ്ടിയാണ് ആഗ്രഹിക്കുന്നത്. അപ്പൊ ഇതൊക്കെ എനിക്കൊന്ന് പരിചയപ്പെടുത്താം. ഞാനത് ഓരോന്ന് പരിചയപ്പെടുത്താം. അപ്പൊ നമുക്ക് മാവിൽ നിന്ന് തന്നെ ആദ്യമായിട്ട് നമുക്ക് തുടങ്ങാം. ഇത് കോട്ടുകുണം മാവാണ്. ഇത് ശരിക്കും നാടൻ മാവാണ്. അപ്പോൾ ഞാൻ ഈ നാടൻ മാവ് ഇത്രയും വളരെ വേഗത്തിൽ നമുക്ക് കായ്ച്ചു കിട്ടുന്നത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 2 വർഷം പഴക്കമുള്ള മാവാണ് ഞാനിത് മേടിച്ചത്. മാവിന് 2 വർഷം പഴക്കം ഉണ്ടായിരുന്നു. ഇപ്പൊ ഇത് മേടിച്ചിട്ട് ഏകദേശം ഒരു 1.5 വർഷമേ ആയിട്ടുള്ളൂ. ഇപ്പോൾ തന്നെ 2 മാങ്ങ എനിക്ക് ഏകദേശം 2-3 മാസത്തേക്ക് മുമ്പേ 2 മാങ്ങ ലഭിച്ചു. വളരെ ടേസ്റ്റിയായ മാങ്ങ. അപ്പോൾ ശരിക്കും നാടൻ മാങ്ങ തന്നെയാണ്. നല്ല മണമുള്ള നല്ല ടേസ്റ്റിയുള്ള മാങ്ങയാണ് ഇതിൽ നിന്നിട്ട്. ഇപ്പോഴും 2 മാങ്ങ ഇപ്പൊ തന്നെ ഇവിടെ നിൽപ്പുണ്ട്. അപ്പോൾ തന്നെ ഇത് നിറച്ചിപ്പം പൂത്ത് നിൽക്കുകയാണ്. തിരുവനന്തപുരത്തിന്റെ മാവ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. കാരണം തിരുവനന്തപുരത്തുകാർക്ക് ഏറ്റവും ടേസ്റ്റിയായ ഒരു മാവാണ്. അവർക്കൊന്നും പറയാനില്ല. കോട്ടുകുളം മാങ്ങ വിട്ടിട്ട് വേറെ ഏത് മാങ്ങ അവരെടുക്കുള്ളൂ. എവിടെ പോയിരുന്നാലും കോട്ടുകുളം മാങ്ങയ്ക്ക് വളരെ പ്രാധാന്യമുണ്ട്. ഇതാണ് എൻ്റെ 2ാമത്തെ മാവ് എന്ന് പറയുന്നത്. ഇത് ഞാനൊരു നഴ്സറിയിൽ നിന്ന് മേടിച്ചതാണ്. ഇത് അൽഫോൺസ മാവെന്ന് പറഞ്ഞാണ് എനിക്ക് തന്നത്. ഏതായാലും ഇതൊരു വെറൈറ്റി മാവാണെന്ന് എനിക്ക് മനസ്സിലാക്കി. അതിൻ്റെ ഫ്ലവർ കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി എന്തായാലും ഒരു വെറൈറ്റി മാവ് തന്നെയാണ്. അപ്പൊ ഇത് ആദ്യമായിട്ടാണ് ഞാനിത് മേടിച്ച് വെച്ചിട്ട് ഇത് ആദ്യമായിട്ടാണ് ഇവിടെ ഇത് പൂക്കുന്നത്. നിറച്ച് പൂത്തിട്ടുണ്ട്. ഇത് അടുത്ത ഒരു കോട്ടുകുളം മാവാണ്. ഇതിനൊരു 4 വർഷത്തിൽ കൂടുതൽ പഴക്കമുണ്ട്. അതായത് ഞാൻ മേടിച്ചത് ഒരു 2-3 വർഷം പഴക്കമായ സമയത്താണ് ഇത് മേടിക്കുന്നത്. ഇപ്പൊ ഒരു 1.5 വർഷമായി ഏകദേശം 2-3 പ്രാവശ്യം ഇത് കായ്ക്കുന്നുണ്ടായിരുന്നു. ഈ മാവിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്കൊരു അത്ഭുതകരമായൊരു മാവാണ് ഇത്. കാരണം എന്ന് പറഞ്ഞാൽ ഞാനൊരു നഴ്സറിയിൽ ചെന്നിട്ട് ഒരു മാവ് ചോദിച്ചു. അവരൊരു മാവിന്റെ തൈ എടുത്ത് തന്നു. അവർ പറഞ്ഞു ഉറപ്പായിട്ട് 6 മാസത്തിനകത്തായിട്ട് മാവ് കായ്ക്കുമെന്ന് പറഞ്ഞു. സത്യത്തിൽ അതിശയം തോന്നി. 6 മാസം കൊണ്ട് തന്നെ ഈ മാവ് കായ്ച്ചു. ആ കായ്ച്ചു എന്നതിനേക്കാൾ ഉപരി
വളരെ ഏകദേശം 700 ഗ്രാം വരെ തൂക്കം വരുന്ന മാങ്ങ ഏകദേശം 8-10 മാങ്ങ ഇതിൽ കിട്ടി. അതുപോലെ വളരെ ടേസ്റ്റ്. ഇത് കാലപ്പാടിയാണ്. ഇനി കാലപ്പാടിയിൽ വേറെ ഏതെങ്കിലും ഐറ്റം ഉണ്ടോ എന്നുള്ള കാര്യത്തെ കുറിച്ച് എനിക്ക് അറിയത്തില്ല. പക്ഷെ എന്തായാലും ഏറ്റവും നല്ല മാങ്ങയാണ്, വളരെ ടേസ്റ്റിയായ മാങ്ങയാണ്. നമുക്ക് അതിനകത്ത് ഒന്നും പറയാൻ വേണ്ടിയില്ല, വളരെ ടേസ്റ്റിയായ മാങ്ങയാണ്. ഇതും ഒരു കാലാപ്പാടിയാണ്. നഴ്സറിയിൽ നിന്ന് നമ്മളെ പറ്റിച്ചതാണോ എന്നുള്ളതിനെ കുറിച്ച് എനിക്ക് അറിയത്തില്ല. ഏതായാലും ഇത് ശരിക്കും കായ്ക്കുന്നുണ്ട്, ശരിക്കും പൂത്ത് കായ്ക്കുന്നുണ്ട്. പക്ഷേ ആ കാലാപ്പാടിയിൽ അത്രയും ടേസ്റ്റ് എനിക്ക് ഇതിനകത്ത് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇനി കാലാപ്പാടിയിൽ പല ഇനങ്ങളുണ്ടോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് എനിക്ക് അറിയത്തില്ല. ഒരു നഴ്സറി ചെന്നപ്പോഴത്തേക്ക് എനിക്ക് അവർ വളരെ നല്ലൊരു പ്ലാവാണെന്ന് പറഞ്ഞത് എനിക്ക് തന്നതാണ്. എന്തായാലും അത് നല്ല പ്ലാവ് തന്നെയാണ്. കാരണം ഇതിനുള്ള പ്രത്യേകത എന്ന് പറയുന്നത് ഇതിനകത്ത് കുരുവില്ലാത്ത ഒരു ചക്കയാണ് ഇതിൽ നിന്ന് എനിക്ക് ലഭിച്ചിട്ടുള്ളത്. എന്തായാലും നല്ല ടേസ്റ്റിയാണ് ചക്ക. കഴിഞ്ഞ പ്രാവശ്യം ഒരു ചക്ക കിട്ടി. ഇതൊരു തായ്ലൻഡ് ചാമ്പയാണ്. അപ്പൊ ഇത് ഞാൻ മേടിച്ചു വെച്ചിട്ട് ഒരു വർഷമേ ആയിട്ടുള്ളൂ. പക്ഷെ അത് നല്ല പുഷ്ടിയോടെ വളർന്നു വന്നെങ്കിലും എനിക്ക് അതിൽ നിന്നൊരു ഫലം കിട്ടാതെ ഞാൻ വളരെ വിഷമിച്ചു. എന്നാൽ ഈ പ്രാവശ്യം അത് ശരിക്ക് പൂക്കുകയും അത് ശരിക്ക് കായ്ക്കുകയും ചെയ്തു. പിന്നെ ഇതിന്റെ ആദ്യ ഫ്രൂട്ട് കഴിച്ചപ്പോൾ തന്നെ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞെന്ന് പറഞ്ഞാൽ നല്ല കരിമ്പിന്റെ ടേസ്റ്റാണ് അതിനകത്ത്. നമ്മൾ കരിമ്പ് കഴിക്കുന്ന പോലെയുള്ള ടേസ്റ്റാണ് ഇതിനകത്തുള്ളത്. ഈ ചാമ്പയുടെ തന്നെ ഒരു വെരിഗേറ്റഡ് ചാമ്പ എൻ്റെ കയ്യിലുണ്ട്. അത് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താം. ഇതാണ് ആ ചാമ്പ. ഇത് ഞാനിവിടെ മേടിച്ചിട്ട് ഏകദേശം 1.5 വർഷമായി. ഇപ്പൊ സീസണാണ്. ഇത് ഈ പ്രാവശ്യം കായ്ക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ നിൽക്കുന്നത്. ഇതിന്റെ ഇലയുടെ പ്രത്യേകതയാണ് അതിനകത്തുള്ളത്. കണ്ടോ, ഈ ഇലയ്ക്ക് പ്രത്യേകത ഉണ്ട്. സാധാരണ ചാമ്പയേക്കാൾ പ്രത്യേകത ഉണ്ട്. ഇതേ കളർ തന്നെയാണ്, ഇതിന്റെ ഫ്രൂട്ട്സിനും ഇതേ കളർ തന്നെയാണ്. ഇത് ബ്ലാക്ക് ഞാവലാണ്. ഇത് നമ്മുടെ സാധാരണ നാട്ടുമ്പുറത്തൊക്കെ ഉള്ളതാണ്. ബ്ലാക്ക് ഞാവലാണ്. ഇത് ഞാനിവിടെ നട്ടിട്ട് എനിക്ക് തോന്നുന്നു ഒരു 1.5 വർഷമായി. എന്തായാലും ഇത് ഉടനെ കായ്ക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ നിൽക്കുന്നത്. കാരണം ഇത് ബഡ് തൈയാണ്. അപ്പോൾ തന്നെ ഉടനെ കായ്ക്കും എന്നുള്ള പ്രതീക്ഷയാണ്. അപ്പോൾ തന്നെ അതിന്റെ തന്നെ വൈറ്റ് ആണ് ഈ നിൽക്കുന്നത്. ഇത് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഒത്തിരി കായ്ച്ചതാണ്. നല്ലൊരു ഫ്രൂട്ടാണ്. അത് വളരെ ശരിക്കും നമ്മൾ ഈ ട്രമ്പിൽ തന്നെ നല്ല രീതിയിൽ അത് കായ്ക്കുന്നുണ്ടായിരുന്നു. ഇത് മിറാക്കിൾ ഫ്രൂട്ടാണ്. ഇതിപ്പോ സാധാരണയായിട്ട് ഇപ്പൊ എല്ലായിടവും കണ്ടുവരുന്ന ഒരു ഫ്രൂട്ടാണ്. ഇതിന് മിറാക്കിൾ എന്ന് പറയുന്നത് ഇതിന്റെ ഫ്രൂട്ട് കഴിച്ചിട്ട് നമ്മൾ എന്ത് പുളിയുള്ളത് കഴിച്ചിരുന്നാലും നല്ല മധുരമായിട്ട് അനുഭവപ്പെടും. ഇതാണ് മിറാക്കിൾ ഫ്രൂട്ടായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇത് സീഡ് സാന്തോളാണ്. ഇത് ഞാനിവിടെ മേടിച്ചു വെച്ചിട്ട് ഏകദേശം ഒരു 1.5 വർഷത്തോളമായി. ഇതുവരെ ഇത് കഴിച്ചിട്ടില്ല. ഇത് പുളിയോടൊപ്പം മധുരമുള്ള ഒരു ഫ്രൂട്ടാണ്. ഇത് മധുരപ്പുളിഞ്ചിയാണ്. ഇതിന് സ്റ്റാർ ഫ്രൂട്ട് എന്നൊരു പേരും കൂടിയുണ്ട്. ഇത് നല്ല ഫ്രൂട്ടാണ്. അത് പ്രത്യേകിച്ചും കൊച്ചു കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമുള്ള ഒരു ഫ്രൂട്ടാണിത്. ഇത് സീഡ്ലെസ് ലെമണാണ്. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൽ കുരുവില്ല എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ. ഇത് നമ്മുടെ ബേറാപ്പിൾ അല്ലേ? ഇത് ബേറാപ്പിളാണ്. ഇത് ബേറാപ്പിള് 2 ടൈപ്പ് ഞങ്ങൾ ഇവിടെ ഉണ്ട്. ഇത് ഗ്രീൻ ആണ്. ഇത് കായുണ്ട്. പിന്നെ ഇത് ഗ്രീൻ ആണ്. ഇത് നല്ല ഏകദേശം നമ്മുടെ സാധാ ആപ്പിളിന്റെ അത്രയും സൈസ് വരും. ശരിക്കും കായ്ക്കുന്നതാണ്. നല്ല ഫ്രൂട്ടാണ്. നല്ല ടേസ്റ്റിയായ ഫ്രൂട്ടാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഫ്രൂട്ടാണ്. ഡ്രാഗൺ ഫ്രൂട്ട് ഇപ്പൊ എനിക്ക് ഇവിടെ ഉള്ളത് 2 കളറാണ്. അതായത് വൈറ്റ്, യെല്ലോയും റെഡും ആണുള്ളത്. ഈ പ്രാവശ്യം എനിക്ക് വളരെ വിളവ് ലഭിച്ചു. ഒത്തിരി കായ്ച്ചു. ഇത് നല്ല ടേസ്റ്റിയായ രണ്ട് ലഭിച്ചു. ഇഷ്ടംപോലെ കായ്ച്ചു ഈ പ്രാവശ്യം. ആദ്യമായിട്ടാണ് കായ്ക്കുന്നതെങ്കിൽ തന്നെ ഇഷ്ടംപോലെ കായ്ച്ചു. അമ്പഴം ഉണ്ട്. അമ്പഴം തന്നെ 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് മധുരം ഉള്ളതും മധുരം ഇല്ലാത്തതുണ്ട്. ഇത് മധുരം ഉള്ളതാണ്. അപ്പോൾ തന്നെ സീറ്റ് അമ്പഴം എന്നാണ്. ഇതും അച്ചാറിടാനും കൂടെ അധികം ഉപയോഗിക്കുന്ന സാധനമാണ്. അച്ചാറിടാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ഫ്രൂട്ടാണ് അത്. ഇത് ഓറഞ്ചാണ്. ഇത് ശരിക്കും ജ്യൂസിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഇത് ശരിക്കും കായ്ച്ചതാണ്. ശരിക്കും കായ്ച്ച് ഞങ്ങളുടെ വീട്ടിലത്തേക്ക് ഒത്തിരി നാൾ ഞങ്ങൾ ജ്യൂസ് അടിക്കാൻ വേണ്ടി ഏറ്റവും കൂടുതൽ ഉപയോഗിച്ച സാധനമാണിത്. തൊലി കട്ടിയുള്ളതാണ്. എന്തായാലും നല്ല ജ്യൂസാണ്. നല്ല ടേസ്റ്റിയായ ജ്യൂസാണിത് ഇതിൽ നിന്ന് കിട്ടുന്നത്. ഈ പ്രാവശ്യം അല്ലാതെ കഴിക്കാൻ പറ്റുന്നതല്ല. ജ്യൂസിന് വേണ്ടി തന്നെയാണ് ഇത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. ഇത് ഏത് പേരയാണെന്ന് എനിക്ക് നല്ലതുപോലെ അറിയത്തില്ല. എന്തായാലും ഇത് മേടിച്ച ആ സമയം പോലെ നല്ല രീതിയിൽ കായ്ക്കുന്നുണ്ട്. ഇഷ്ടംപോലെ കായ്ക്കുന്നുണ്ട്. ഇപ്പൊ തന്നെ ഇതിന് പഴുത്ത നിൽപ്പുണ്ട്. ഞാൻ കഴിഞ്ഞ ആഴ്ചയൊക്കെ ഒത്തിരി അടുത്താണ്. നല്ല ഫ്രൂട്ടാണ്. നല്ല പേരയത്. തീർച്ചയായിട്ടും കഴിക്കും. അതെ, തീർച്ചയായും. നല്ല മധുരമുണ്ട്. ഇത് പാകിസ്ഥാൻ മൽബറിയാണ്. ഇത് ആദ്യമായിട്ടാണ് ഇവിടെ കായ്ക്കുന്നത്.
നല്ല ഫ്രൂട്ട് ആണെന്നാണ് പറഞ്ഞത്. ആദ്യമായിട്ടാണ് കഴിക്കുന്നത്, ഞാൻ കഴിച്ചു നോക്കിയിട്ടില്ല. എന്തായാലും നല്ല ഫ്രൂട്ട് ആയിരിക്കും. ഞാനത് കഴിച്ചു നോക്കിയിട്ടുണ്ട്. കഴിച്ചോ? നല്ല ഫ്രൂട്ടാണ്. നല്ല ഫ്രൂട്ടാണ്. എന്റെ വീട്ടിലുള്ളതാണ്. ഓ ശരി ശരി, ഓക്കെ. അപ്പൊ ഇത് നല്ല നീളം വെക്കുന്നത്. നല്ല വില നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ സാധാ ഇതൊക്കെയാണെങ്കിൽ ഇത്രയും നീളം ഉണ്ടാവില്ല. ഉണ്ടാകത്തില്ല. ഞാൻ ഇത് ശരിക്കും ഓൺലൈനിൽ നിന്ന് മേടിച്ചതാണ്. ഓൺലൈനായിട്ട് മേടിച്ചതാണ്. ആദ്യമായിട്ടാണ് ഈ ഓൺലൈൻ മേടിച്ച് അത് നടുന്നത്. എന്തായാലും കായ്ച്ചു. ഇത് റൊളീനിയോ എന്ന് പറയുന്ന ഒരു ഫ്രൂട്ടാണ്. ഇത് ആത്ത ഫാമിലിയുള്ള ഒരു ചെടിയാണ്. ഇതിന്റെ ഫ്രൂട്ട് നല്ല ടേസ്റ്റി ആണെന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. എന്നാലും ഇതിപ്പോൾ ഈ പ്രാവശ്യം ഇത് കായ്ച്ചിട്ടുണ്ട്. അത്ര വലിയ പഴക്കമൊന്നുമില്ല. ഏകദേശം 1 വർഷം കൊണ്ട് തന്നെ ഇത് ഇത്രയും വളർന്ന് ഇപ്പൊ ഈ പ്രാവശ്യം കായ്ച്ചിട്ടുണ്ട്. ഇത് ബനാന സപ്പോട്ടയാണ്. ഇത് ഞാനിവിടെ മേടിച്ചു വെച്ചിട്ട് ഏകദേശം ഒരു 7-8 മാസമേ ആയിട്ടുള്ളൂ. ഇപ്പൊ എന്തായാലും ഫുള്ളായിട്ട് ഫ്ലവർ ചെയ്ത് നിൽക്കുകയാണ്. ഇത് ഉടനെ കായ്ക്കും. നല്ല ഫ്രൂട്ടാണിത്. ഇത് ഇസ്രായേൽ ഓറഞ്ച് ആണ്. ഇത് നമുക്ക് പേര് പോലെ അത്ര ഭയങ്കര സംഭവമൊന്നും അല്ല ഇത്. എങ്കിലും അത് നമുക്ക് വീട്ടിലൊരു അലങ്കാരമായിട്ടൊക്കെ നട്ടിരിക്കാൻ കൊള്ളാം. നീ എപ്പോഴും ഇതിൽ ഫ്രൂട്ട് കാണും എന്നുള്ളതിൻ്റെ ഒരു പ്രത്യേകതയാണ്. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഫ്രൂട്ടാണ്. എപ്പോഴും നമുക്ക് ഇതിന്റെ തോടോട് കൂടി തന്നെ നമുക്ക് കഴിക്കാൻ പറ്റും. ചെറിയ പുളിപ്പും മധുരം എല്ലാം കൂടെ ചേർന്ന ഒരു ഫ്രൂട്ടാണിത്. ഇതും ഒരു അമ്പഴമാണ്. ഇത് ശരിക്കും നാടനാണ്. പിന്നെ ഞാനിത് ബാരലിൽ തന്നെ നട്ടിരിക്കുകയാണ്. ഒരു പരീക്ഷണാർത്ഥമാണ് ഞാൻ ഇതിപ്പോൾ നട്ടിരിക്കുന്നത്. ഇത് ബാരലിൽ ഇത് കായ്ക്കുമെന്നുള്ളൊരു പ്രതീക്ഷ എനിക്കുണ്ട്. അങ്ങനെ നട്ടതാണ്. ഇപ്പോൾ ഇവിടെ ഒരുപാട് പഴച്ചെടികൾ നമ്മൾ കണ്ടല്ലോ. അപ്പോൾ ഈ പഴച്ചെടികൾക്കൊക്കെ കൊടുക്കുന്ന വളപ്രയോഗം എന്തൊക്കെയാണ്? വളം ശരിക്കും പറഞ്ഞാൽ ഞങ്ങളിവിടെ ഈ ജൈവവളങ്ങൾ ശരിക്കും ഉപയോഗിക്കുന്നത് ശരിക്കും നമ്മുടെ ഈ കോഴിവളം, അതേപോലെ ചാണകം, ഇതൊക്കെ തന്നെയാണ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. അല്ല അധികമായിട്ട് വേറെ രാസവളങ്ങളൊന്നും ഇവിടെ ഉപയോഗിക്കുന്നില്ല. ശരിക്കും ഉപയോഗിക്കുന്നത് ചാണകവളം തന്നെയാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. ചാണകവളം, പിന്നെ അത്യാവശ്യം വേപ്പ് മുണ്ണാക്ക്, എല്ലുപൊടി, ഇങ്ങനെയുള്ളതൊക്കെ അത് ദ്രാവക രൂപത്തിലാക്കി ഞാൻ പല സമയത്ത് അത് ഉപയോഗിക്കുന്നുണ്ട്. ഏകദേശം ഒരിക്കലാണ് ഒരു 15-20 ദിവസം കൂടുമ്പോഴത്തേക്കൊക്കെ ഇങ്ങനെ ദ്രാവക രൂപത്തിലാക്കി ഒഴിച്ചു കൊടുക്കും. അത് കഴിഞ്ഞിട്ട് വേപ്പ് മുണ്ണാക്കും പിന്നെ എല്ലുപൊടിയും വേപ്പ് മുണ്ണാക്കും എല്ലുപൊടിയും ചേർത്ത് തന്നെയാണ് കൂടുതലും ദ്രാവക രൂപത്തിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ചാണകം എനിക്ക് തോന്നുന്നു ഒരു 45 ദിവസം കൂടുമ്പോഴത്തേക്കൊക്കെ ചാണകം ഉണക്കി പൊടിച്ചതാണ് ഇട്ട് കൊടുക്കുന്നത്. അതേപോലെ ഈ കോഴിവളവും കൂടെ ചേർത്ത് മിക്സ് ചെയ്താണ് വളപ്രയോഗം. അത്രേ ഉള്ളൂ, വേറൊന്നും വളപ്രയോഗമില്ല. തീർച്ചയായിട്ടും കിട്ടും. ഇത് കിലോ പേര് എന്നാണ് അറിയപ്പെടുന്നത് ഇതിന്റെ പേര്. ഇത് ചെറിയ തൈയാണ്. ചെറിയ മരമാണെങ്കിൽ പോലും ഇത്രയും വലിയ പേരൊക്കെ ഇതിൽ കായ്ച്ചിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യങ്ങളിലെല്ലാം ഇത് എനിക്ക് ഇഷ്ടം പോലെ കായ്ച്ചതാണ്. അപ്പൊ എണ്ണം കൂടുന്നതനുസരിച്ച് ഇതിന്റെ സൈസ് കുറയുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ കഴിയും ഇത്രയും വലിയ പേരയ്ക്ക് തന്നെ ഇതിൽ കായ്ച്ചിട്ടുണ്ട്. ഇത്രയും ചെറിയ നല്ല ഫ്രൂട്ടാണിത്. ഇത് വെരിഗേറ്റഡ് പേരയാണ്. ഇതിന്റെ പേര് പോലെ തന്നെയാണ് ഇതിന്റെ പ്രത്യേകത ഉണ്ടോ. ഇതിന്റെ ഇലയുടെ വ്യത്യാസം കണ്ടോ, യെല്ലോ ചേർന്ന ഗ്രീൻ കളറാണ് ഇതിന്റെ ഇല എന്ന് പറയുന്നത്. അതേപോലെ തന്നെയാണ് ഇതിന്റെ ഫ്രൂട്ടിനും അതേ കളറാണ്. യെല്ലോ ചേർന്ന ഗ്രീൻ ലൈനോട് കൂടിയാണ് ഇതിന്റെ ഫ്രൂട്ട് വന്നിരിക്കുന്നത്. വളരെ ടേസ്റ്റിയായ വളരെ ടേസ്റ്റിയായ ഫ്രൂട്ടാണ് ഇതിനകത്തുള്ളത്. വളരെ നിറച്ച് കായ്ക്കുന്ന ഒരു പേരയാണിത്. ഇതിലിപ്പോ തന്നെ ഒത്തിരി പഴുത്ത് നിൽപ്പുണ്ട്. ഇത് നമുക്ക് ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. ഇത് കണ്ടോ, വളരെ നല്ല കളർഫുള്ളായ ഒരു ഫ്രൂട്ടാണിത്. പിങ്ക് കളറാണ്. വളരെ ടേസ്റ്റിയായ പേരയ്ക്കാണിത്. നമുക്കൊന്ന് കഴിച്ചു നോക്കാം. ഇതൊന്ന് കഴിച്ചു നോക്കുക. വളരെ ടേസ്റ്റി. അതെ, വളരെ ടേസ്റ്റിയായ പേരയ്ക്ക. ഇലയുടെ അതേ കളർ തന്നെയാണ് അതിന്റെ പേരയ്ക്ക് വന്നിരിക്കുന്നത്. ഇത് തന്നെയാണ്. നല്ല പച്ച കളറുണ്ട്. അതുപോലെ തന്നെ ലൈറ്റ് പച്ചയാണ്. നമ്മുടെ ഇലയുടെ ഏത് കളറാണോ അതേ കളർ തന്നെയാണ് വന്നിരിക്കുന്നത്. ജയരാജിന്റെ ഈ ടെറസ് ഗാർഡനിൽ ഇനി ഒരുപാട് പഴച്ചെടികൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്താനുണ്ട്. പക്ഷേ സമയത്തിന്റെ പരിമിതി മൂലം ഞാൻ എല്ലാ ചെടികളെയും ഈ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നില്ല. പഴച്ചെടികൾ കൂടാതെ ഞാൻ ഒത്തിരി പച്ചക്കറിയും ഇവിടെ നട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്കറിയാം, ഇത് തണ്ണിമത്തനാണ്. ഇത് 2 ഐറ്റം തണ്ണിമത്തൻ. ഞാനത് ഓൺലൈനിലാണ് അതിന്റെ വിത്ത് മേടിച്ചത്. എന്തായാലും ഞാൻ പല സ്ഥലത്തുനിന്ന് വിത്ത് മേടിച്ചിട്ട് എനിക്കത് അത് കിളിർത്ത് കിട്ടിയിട്ടില്ല. പക്ഷേ ഈ പ്രാവശ്യം എനിക്ക് നല്ല രീതിയിൽ അത് കിളിർത്ത് വരികയും വളരെ വേഗത്തിൽ തന്നെ അതിന്റെ ഫലം ലഭിക്കുവാൻ ഇടയായി. ഇതിൽ നിന്ന് ലഭിക്കുന്നത് ഞാൻ പലപ്പോഴും നമ്മുടെ ആവശ്യങ്ങൾക്ക് പോയിട്ട് ഞങ്ങൾ ഇവിടെ അടുത്തുള്ളവർക്ക് കൊടുക്കുന്നുണ്ട്.
അതുപോലെ തന്നെ ഈ പഴച്ചെടികൾക്ക് ഞാൻ കൊടുക്കുന്നത് പോലെ തന്നെയാണ് ഈ പച്ചക്കറികൾക്കും അതിന് വളപ്രയോഗം ചെയ്യുന്നത്. ജൈവ വളങ്ങൾ മാത്രമാണ് ഇവിടെ ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നെ ഈ ആകെ നമ്മൾ ഇതിന് പോലും, അതായത് പുഴുക്കളും കീടങ്ങളും വരാതിരിക്കാൻ വേണ്ടി പോലും നമ്മൾ വേറൊന്നും ഉപയോഗിക്കുന്നില്ല. അതിനെല്ലാം ജൈവമാർഗം തന്നെയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഇതെല്ലാം വളർത്തിയെടുക്കാൻ വേണ്ടി എനിക്ക് കഴിയുന്നുണ്ട്. അതുപോലെ ഇത് ബ്ലാക്ക് ആങ്കർ ചീരയാണ്. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് വളരെ തഴച്ച് വളരുന്നതാണ്. അപ്പോൾ തന്നെ വളരെ ടേസ്റ്റിയായ, എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ടേസ്റ്റാണ് അതിന് ആ ചീരയ്ക്ക് ഉള്ളത്. അപ്പം അതിനേക്കാൾ ഉപരി എന്ന് പറഞ്ഞാൽ ഏകദേശം 1 വർഷത്തോളം ഇതിൽ നിന്ന് നമുക്ക് ചീര കട്ട് ചെയ്തെടുക്കാൻ കഴിയുന്നുണ്ട്. 1 വർഷത്തോളം അതിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. അതേപോലെ തന്നെ വെണ്ടയൊക്കെ നട്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഏകദേശം 5-6 മാസം കൊണ്ട് ഞാൻ ഈ വെണ്ടയിൽ നിന്ന് അതിൽ നിന്ന് ഫലം എടുക്കുന്നുണ്ട്. കാരണം ഞങ്ങളുടെ വീട്ടാവശ്യത്തിൽ നിന്നും ഞങ്ങൾ ചന്തയിൽ നിന്ന്, ആ മാർക്കറ്റിൽ നിന്ന് മേടിക്കുന്നതേ ഇല്ല. എല്ലാം ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാക്കിയെടുക്കുന്നതാണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത്. അതേപോലെ വള്ളിപ്പയർ, കത്തിരിക്ക, ഇങ്ങനെയൊക്കെയുള്ള എല്ലാം ഞങ്ങൾ ഇവിടെ ഉണ്ടാക്കുന്നതാണ്. ഞങ്ങളുടെ വീട്ടിലത്തെ ആവശ്യത്തിനും അതിനേക്കാൾ ഉപരി ഞങ്ങൾ പുറത്ത് കൊടുക്കുവാൻ വരെ ഞങ്ങൾക്ക് ഇവിടെ നിന്ന് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഞാനിവിടെ ഈ പച്ചക്കറി നടാൻ വേണ്ടി ബാരൽ എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പം നല്ല വില കൊടുക്കണം. അപ്പം അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ ഈ സ്ക്രാപ്പ് കടയിൽ, ആക്രി കടയിലൊക്കെ പോയിട്ട് അവിടെ നിന്ന് ഈ ഫ്രിഡ്ജൊക്കെ പൊളിക്കുന്ന അതിൻ്റെ ബോക്സ് എടുത്തിട്ടാണ് ഞാനിവിടെ ഈ നിങ്ങൾക്ക് കാണാൻ കഴിയാതെ ഈ പച്ചക്കറിയൊക്കെ നട്ടിരിക്കുന്നത്. ആ ബോക്സ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി അതിനകത്ത് നടുവാൻ കഴിയും. അതുകൊണ്ടാണ് ഞാൻ ആ ബോക്സ് തന്നെ എടുത്തത്. താങ്കൾ നല്ല തിരക്കുള്ള ഒരു മനുഷ്യനും കൂടിയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് ഫാമിലിയുടെ സപ്പോർട്ട് എന്തെങ്കിലും ഉണ്ടോ? ഫാമിലിയുടെ സപ്പോർട്ട് തീർച്ചയായിട്ടും ഉണ്ട്. നമുക്ക് ഏതൊരു സംരംഭം ചെയ്യണമെങ്കിലും തീർച്ചയായിട്ടും എവിടെ നിന്നൊക്കെ നമുക്ക് സപ്പോർട്ട് ഉണ്ടെങ്കിലും ഫാമിലിയുടെ സപ്പോർട്ട് എന്ന് പറയുന്നത് നിർബന്ധമുള്ള കാര്യമാണ്. അതില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും ഒരു സംരംഭം നമുക്ക് വിജയകരമായിട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറ്റത്തില്ല. എനിക്കൊരു പക്ഷേ ഞാൻ രാവിലെ എനിക്ക് ഇവിടെ എത്താൻ പറ്റുന്നത് തന്നെ അവരുടെ സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ്. ഞാൻ രാവിലെ 7 മണിക്ക് ഇവിടെ എത്താൻ പറ്റുന്നത്. അപ്പോൾ തന്നെ ഈ ഞായറാഴ്ച ദിവസം, അവധി ദിവസങ്ങളിലൊക്കെ കുഞ്ഞുങ്ങളും അതുപോലെ വൈഫും ഒക്കെ വന്ന് എന്നെ സഹായിക്കാറുണ്ട്. പിന്നെ അവരുടെ സപ്പോർട്ട് തീർച്ചയായിട്ടും എനിക്കുണ്ട്. കുഞ്ഞുങ്ങൾക്ക് വളരെ സന്തോഷമാണ്. എൻ്റെ മോളുടെ പേര് ഏഞ്ചൽ എന്നാണ്, മോന്റെ പേര് അഭിഷേക് എന്നാണ്, വൈഫിന്റെ പേര് സിന്ധു എന്നാണ്. എല്ലാവരും ഞങ്ങൾക്ക് നല്ല സപ്പോർട്ടാണ്. അപ്പോൾ തന്നെ ഞങ്ങൾക്ക് ഇവിടെ ഞങ്ങളുടെ സ്റ്റോറിൽ സ്റ്റാഫ് ഉണ്ട്. അപ്പോൾ ഞാനിവിടെ ഇല്ലെങ്കിൽ പോലും വൈകുന്നേരങ്ങളിൽ വെള്ളം ഒഴിക്കാൻ വേണ്ടി എന്നെ ഒത്തിരി സപ്പോർട്ട് അവർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ആ ഒരു സപ്പോർട്ട് എൻ്റെ ഉള്ളത് കൊണ്ട് തന്നെയാണ് എനിക്ക് നല്ല രീതിയിൽ ഇത്രയും ചെയ്തെടുക്കാൻ വേണ്ടി കഴിയുന്നത്. ശ്രീ ജയരാജിന്റെ ഈ ടെറസ് ഗാർഡനിലെ വ്യത്യസ്തങ്ങളായിട്ടുള്ള പഴച്ചെടികളും അതുപോലെ തന്നെ പച്ചക്കറികളും എല്ലാം നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇതുപോലുള്ള വ്യത്യസ്തരായ കർഷകർ നിങ്ങളുടെ നാട്ടിലോ അതുപോലെ തന്നെ നിങ്ങളുടെ പരിചയത്തിലോ ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അവരിലേക്ക് എത്തും. എൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാവും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്യുക. വ്യത്യസ്തമായ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡ് കാണാം.